എങ്ങും നോക്കിയാൽ പച്ചപ്പ്, ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ, അതിനു നടുവിലൂടെ നൂല് പോലത്തെ വരമ്പുകൾ, വയലിൽ പണിയെടുക്കുന്ന കർഷകർ, വരമ്പിലൂടെ സ്കൂളിലേക്ക് പോകുന്ന വികൃതി കുട്ടികൾ. അങ്ങ് ദൂരെ ഈ പാടത്തിന് അതിരിടുന്നത് പോലെ വലിയ മലനിരകൾ, ആടുകളെയും കൊണ്ട് മലയിലേക്ക് മേക്കാൻ പോകുന്ന ആട്ടിടയന്മാർ, വയലുകളിൽ നീന്തി തുടിക്കുന്ന താറാവുകൾ, അവയുണ്ടാക്കുന്ന ശബ്ദങ്ങൾ. ഗ്രാമത്തിൽ പുതുതായി വന്ന റോഡിലൂടെ സൈക്കിളിൽ പോകുന്ന ഗ്രാമവാസികൾ. ഇങ്ങനെയുള്ള അതിമനോഹരമായ ഒരു ഗ്രാമത്തിലായിരുന്നു അവൾ ജനിച്ചത്. അവളുടെ അച്ഛനും അമ്മയും കർഷകരായിരുന്നു. അവർക്ക് രമയെ പഠിപ്പിച്ച് വലിയ ഉദ്യോഗത്തിലാക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി കുഞ്ഞായിരിക്കുമ്പോഴേ അവർ പൈസ സ്വരുക്കൂട്ടി വെച്ചിട്ട് പോന്നിരുന്നു. അങ്ങനെ രമ +2 നല്ല മാർക്കോടെ പാസ്സായി. ഇനി പഠിക്കണമെങ്കിൽ ദൂരെ നഗരത്തിൽ പോകണം. അവൾക്ക് അച്ഛനെയും അമ്മയെയും വിട്ടു പോകാൻ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഒടുവിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ നഗരത്തിലേക്ക് യാത്രയായി. ഗ്രാമത്തിൽ നിന്നും അകലും തോറും അവളുടെ മനസ്സിൽ എന്തോ ഒരു വിങ്ങൽ തങ്ങി നിന്നു. പ്രകൃതിയുടെ നിറങ്ങളെല്ലാം മങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നു. ശുദ്ധമായ വായു മാത്രം ശ്വസിച്ച് ശീലമുള്ള അവൾക്ക് വാഹനങ്ങളുടെ പുക അസ്വസ്ഥതയുണ്ടാക്കി. അങ്ങനെ ഒരുവിധം പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ നാട്ടിലെ മലകൾക്ക് പകരം ഇവിടം ഉയരമുള്ള കെട്ടിടങ്ങളാണെന്ന് അവൾക്ക് തോന്നി. അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് പോകുന്ന ആളുകളും വാഹനങ്ങളും എല്ലാം കൂടി അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഒരു നിമിഷം തിരിച്ചു പോയാലോ എന്നവൾ ചിന്തിച്ചു. എന്നാൽ തന്നിൽ എല്ലാ പ്രതീക്ഷകളും അർപ്പിച്ച് ജീവിതമത്രയും തനിക്കു വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മുഖം അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നവൾ വെറുമൊരു ഗ്രാമീണ പെൺകുട്ടിയല്ല. കയ്യിൽ ഒരു ഡിഗ്രിയും കൂടെ നല്ല ശമ്പളമുള്ള ജോലിയും അവൾക്കുണ്ട്. അവൾ തിരികെ ഗ്രാമത്തിലേക്ക് യാത്രയായി. അവിടെ എത്തിയപ്പോൾ അവൾ കണ്ട കാഴ്ച വളരെയധികം സങ്കടപ്പെടുത്തി. പകുതിയിലധികം വയലുകളും നികുത്തി വലിയ കെട്ടിടങ്ങൾ വന്നിരിക്കുന്നു. റോഡുകളിൽ വാഹനങ്ങൾ മത്സരിച്ചോടുന്നു. മലകളിലൊക്കെ ഹിറ്റാച്ചുകൾ കയറിയിറങ്ങുന്നു. കാലം കഴിയുന്തോറും തനിക്ക് നഷ്ടപ്പെടുന്ന ഗ്രാമ സൗന്ദര്യം ഒരു സത്യമാണെന്ന് ഉൾക്കൊള്ളാൻ അവൾക്ക് നന്നായി പാടുപെടേണ്ടി വന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.